ശബരിമല സോപാനത്ത് ചെരുപ്പിട്ട് കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒടുവിൽ നടപടി എടുത്തിരിക്കുകയാണ്. ഈ വിഷയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. നേരത്തെ VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പ്രതികരിക്കുകയായിരുന്നു. ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചില്ലെങ്കിൽ വരുന്ന മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ആ മണ്ഡല മകരവിളക്ക് ഉത്സവ കാലഘട്ടം അലങ്കോലമാക്കാനുള്ള വലിയ ശ്രമം കേരളത്തിലെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും വീണ്ടും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇത്തരം ആചാരലംഘനം ഈ പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതാദ്യമായിട്ടല്ല. പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് നമ്മൾ കൂടി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം ആചാരലംഘനങ്ങൾ ശബരിമലയിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും എന്ന് വേണമല്ലോ മനസ്സിലാക്കേണ്ടത്. ഗൗതം സൂചിപ്പിച്ചത് അക്ഷരം പ്രതി ശരിയാണ്. നമ്മൾ മാത്രമാണ് ശബരിമലയിൽ മാസപൂജാ സമയത്ത് നട തുറന്നിരിക്കുമ്പോൾ സന്നിധാനത്തുള്ള മാധ്യമം ഇവിടെ നടക്കുന്ന ആചാര ലംഘനങ്ങൾ വിശ്വാസത്തിന് എതിരായിട്ടുള്ള വിശ്വാസത്തെ ധ്വംസിച്ചുകൊണ്ടുള്ള മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശശികല ടീച്ചർ, ഇന്നലെ രാത്രിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു ആചാരലംഘനം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ശബരിമല സന്നിധാനത്തും സോപാനത്തും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ അടുത്ത കാലത്തായി തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനം ഈ വിഷയം വലിയൊരു ചർച്ചയാക്കി മാറ്റിയതോടുകൂടി ഇന്ന് രാവിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ തിരിച്ചിറക്കാൻ, മലയിറക്കാൻ തീരുമാനമായിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ശശികല ടീച്ചർ? അത്ര ആശ്വാസം എന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ചെറിയ കാര്യമല്ല. ഭക്തരെയും ആ ക്ഷേത്ര സന്നിധിയൊക്കെ തന്നെ അപമാനിക്കുക, അപകീർത്തിപ്പെടുക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. കാരണം ആദ്യമായിരിക്കില്ലേ ശബരിമലയെ പറ്റി കേൾക്കെങ്കിലും ചെയ്യാത്ത ഒരാൾ അവിടെ ഡ്യൂട്ടിക്ക് വരില്ലല്ലോ. അപ്പൊ എന്താണ് ശബരിമല എന്ന് അറിയാതെ ഡ്യൂട്ടിക്ക് വരില്ല. അപ്പൊ അത് അറിവില്ലേന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അറിയാതെ ചെയ്യുന്നതാണ് നമുക്ക് അബദ്ധം എന്നൊക്കെ പറയാം. ഇത് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം അറിയാത്ത ഒരാൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചെയ്തത് ചെറിയ കാര്യമല്ല. ഈ തിരിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ശിക്ഷയല്ല. കാരണം ചിലർ ചിലപ്പോൾ അവർക്ക് ഡ്യൂട്ടി എടുക്കാൻ മടുത്തു വരുന്നിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാട്ടിയാൽ ഞങ്ങൾ തിരിച്ചിറക്കി തരും എന്നുള്ള ധാരണയിലേക്ക് എത്തപ്പോൾ തിരിച്ചിറക്കിയതിന് മാത്രം കാര്യമില്ല. ഇതിപ്പോ ഒരു വകുപ്പ് തല അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തോട് ചെരുപ്പിട്ട് നിന്നു. അതിപ്പോ എന്താണ് ഇപ്പൊ അന്വേഷിപ്പിക്കാനുള്ള അദ്ദേഹത്തെ വല്ലവരും ചെരുപ്പ് ഇടിയിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എന്താണ്? അപ്പൊ കൃത്യമായി ശരിക്കും പറഞ്ഞ നടപടി പ്രഖ്യാപിക്കാൻ വൈകാനുള്ള ഒരു എന്താ പറയുക, അതിനൊരു സാവകാശം അല്ലെങ്കിൽ വൈകാനുള്ള ഒരു കാരണമായിട്ട് ഈ വകുപ്പ് തല അന്വേഷണം എന്നൊന്നും വരരുത്. കാരണം അവിടെ മറ്റ് പോലീസുകാരുടെ കൃത്യമായി വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് പിന്നെ ഫേക്ക് അല്ല. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് നടപടി എടുക്കേണ്ടതാണ്. വെറുതെ താഴെ ഇറക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാവില്ല. വകുപ്പ് തല അന്വേഷണം എന്നാൽ അതിൽ തടഞ്ഞുകൊണ്ട് ഭക്തരെ ഇതൊക്കെ മറക്കുന്ന ഒരു സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്ന നിലയിലും ആകരുത്. മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. കാരണം ആചാരം ലംഘിപ്പിക്കാൻ താല്പര്യമെടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ജീവനക്കാരനാണ് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വളരെ നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആ ടീച്ചർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ മലയിറക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് ഇത്തരം ഒരു ആചാരലംഘനം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ വകുപ്പ് തലത്തിലുള്ള നടപടി തന്നെ ഉണ്ടാകണം. അല്ലാതെ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന സന്ദേശമാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ പങ്കുവയ്ക്കുന്നത്.